ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് ഞാൻ കാലിയായ ലിക്വിഡ് ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദേ ഏതെങ്കിലും കൂട്ടുകാരി ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ ദേ നമ്മുടെ ബോട്ടിലിൽ നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിൻ്റെ പുറത്തിരിക്കുന്ന ആ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. മാക്സിമം പറ്റുന്ന അത്രയും മാറ്റുന്നുണ്ട്. ഈ ഒരു ബോട്ടിലിന്റെ പുറകു സൈഡിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ടഫായിരുന്നു മാറ്റിയെടുക്കാൻ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു കട്ടർ എടുക്കുന്നുണ്ട്. നമ്മുടെ തെർമോക്കോൾ കട്ടറാണ് എടുത്തിട്ടുള്ളത്. സംഭവം എടുത്തപ്പോഴേ കൈ നന്നായിട്ടൊന്ന് വിറച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് എനിക്കൊരു വലിയൊരു മുറിവുണ്ടായി. അത് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേടി. ഞാൻ മാക്സിമം സൂക്ഷിച്ച് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചു കൂട്ടുകാരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നിങ്ങളുടെ വീട്ടുകാരുടെ അനുവാദത്തോടെ തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ തന്നെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുക. അങ്ങനത്തെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും സൂക്ഷിച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു കട്ട് കൊടുത്തതിന് ശേഷം കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതൊന്നും ചെയ്തെടുക്കുക. ഞാൻ പിന്നെ കത്രികയാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ ഇത് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നില്ലേ, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു യു ഷേപ്പിലാണ് അതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത് എടുക്കേണ്ട ആ ഒരു മോഡൽ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല പേടിയുണ്ട് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേനും. ഞാൻ അത്രയ്ക്ക് എനിക്ക് നന്നായിട്ട് ഞാൻ സൂക്ഷിച്ച് ആണ് ഈ ഒരു കാര്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു കത്രിയല്ല ഇതുപോലത്തെ തെർമോക്കോൾ കട്ടേഴ്സ് ഒന്നും നിൽക്കില്ല. ചിലപ്പോൾ അത് ഏത് സൈഡിലോട്ട് ആണ് പോകുന്നതെന്ന് പോലും നമുക്ക് സംശയമായി പോകും. അത്ര സ്പീഡായിട്ടാണ് ഇതൊന്ന് കട്ടായി പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ഭാഗം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരി, നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടായിട്ട് കംഫർട്ടിൻ്റെ ബോട്ടിൽ അതും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ബോട്ടിലൊന്നും നിങ്ങളുടെ ഇത് സ്കൈ വാഷിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കംഫർട്ടിൻ്റെ ബോട്ടിലായാലും മതി. അതിൽ ഇതുപോലത്തെ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കില്ല എല്ലാവരും. അപ്പോൾ അത് പറ്റുവാണെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി. ഇതില്ലെങ്കിൽ നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ. ഇനി ഈ കാണിക്കുന്നില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അടുത്തതായിട്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതേ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ. പിന്നെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ കസിൻസിന്, റിലേറ്റീവ്സിന് ആർക്ക് വേണോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്ത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ. അങ്ങനെ ഇത് ഈ കാണിക്കുന്നത് പോലെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ട് കൊമ്പ് പോലത്തെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് കളർ അടിച്ചെടുക്കണം. ഞാൻ യെല്ലോ കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് യെല്ലോ കളർ നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വൈറ്റ് കളറാണ്. ഈ ഒരു ബോട്ടിലായതുകൊണ്ട് ബേസ് കോട്ടായിട്ട് നമുക്ക് വൈറ്റ് കളർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് ഇത് യെല്ലോ കളർ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ത് വേണോ ഇതിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ യെല്ലോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ യെല്ലോ കളർ വെച്ചിട്ട് അങ്ങനെ വേറെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് ആ ബോട്ടിൽ മൊത്തത്തിലൊന്ന് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഉണക്കിയും കൂടെ എടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ആക്രിലിക് പെയിൻറ്റിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറ് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമ്മുടെ ബ്രഷ് വെച്ചിട്ട് ചെറിയൊരു റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ഒരു ബ്ലാക്ക് കളർ, ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ അടുത്തും ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ രീതിയിൽ ഒരു ചുണ്ട് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഏതാണ്ട് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കി വരുന്നതെന്ന് മനസ്സിലാവും. എന്നാലും ഞാൻ പറഞ്ഞുതരാം, നമ്മളൊരു കുഞ്ഞൻ കുഞ്ഞിനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുഞ്ഞു മുങ്ങയാണോ വലിയ മുങ്ങയാണോ എന്നും എനിക്കറിയില്ല. എന്നാലും ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി മൂങ്ങയെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് 2 അടിപൊളി ഉണ്ടക്കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചുണ്ട് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കണ്ണിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു കൃഷ്ണമണി ഉണ്ടല്ലോ, അതും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ വെറുതെ എടുത്തെറിയുന്ന കംഫർട്ടിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ വീട് സൂപ്പറായിട്ട് നമുക്ക് അലങ്കരിച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാനൊരു മിനി പ്ലാന്ററായിട്ടാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ മിനി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മണി പ്ലാന്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ CC പ്ലാന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്പൈഡർ പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കണ്ണൊക്കെ സെറ്റായിട്ടുണ്ട്. നീ ചുണ്ടിൻ്റെ ഭാഗത്ത് റെഡ് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചെവിയുടെ ഭാഗത്തും ചെറുതായിട്ടൊന്ന് റെഡ് കളർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വയറിൻ്റെ ഈ ഒരു ഭാഗത്തും ഈ ഒരു റെഡ് കളർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്ക് തന്നെയാണ് ഇത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സിമ്പിളാണ്. മാക്സിമം നിങ്ങളൊന്ന് സൂക്ഷിച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. നിങ്ങളുടെ ഞാൻ പറഞ്ഞതുപോലെ സാധാരണ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പെപ്സിയുടെയോ 7-അപ്പിൻ്റെയോ ബോട്ടിൽ ആയാലും മതി, അതിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതൊക്കെയാണെങ്കിൽ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു യു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സിമ്പിളാണ്, ഇതിനേക്കാൾ സിമ്പിളാണ്. അപ്പോൾ അതിലൊന്ന് ചെയ്ത് നോക്കുക, പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ആ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ വൈറ്റ് കളർ ഡോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു 3D ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വയറിൻ്റെ ഉൾഭാഗത്തും ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊരു വൈറ്റ് കളർ വെച്ചിട്ട് ഡോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മിനുക്കുപ്പണി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ കാലിയായ ഒരു ബോട്ടിൽ നിന്ന് ഒരു അടിപൊളി മൂങ്ങയെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെപ്സിയുടെ 7-അപ്പിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറ് ജസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കട്ടർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇത്രയും ഒന്ന് മുകളിലോട്ട് വരുന്ന രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് അതും ഒന്ന് സൂക്ഷിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു സാധനം ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പിന്നെ പച്ചവെള്ളം കണ്ടാൽ പേടിയെന്ന് പറയുന്നത് പോലെയാണ്. ഈ ഒരു സാധനം എപ്പോൾ എടുത്താലും എൻ്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു ചെറിയൊരു ഹോളിട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ കത്രിക വെച്ചിട്ടാണ് ബാക്കി പരിപാടികളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കത്രിക വെച്ചിട്ട് നമ്മുടെ ബോട്ടിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ച് എടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ അതൊന്ന് ഷേപ്പ് ആക്കണമല്ലോ. ഇപ്പോൾ കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. മാക്സിമം പറ്റുന്ന രീതിക്കൊക്കെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന ബോട്ടിൽ തന്നെ ആയിരിക്കും. എങ്ങനെയായാലും ഇതുപോലത്തെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയാൽ കളയണ്ട. ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പ്ലാന്റർ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചാക്കുനൂലാണ്. ഈ ഒരു ചാക്കുനൂല് പുറത്തൊക്കെ മേടിക്കുമ്പോൾ 25 രൂപയാണ്. ഏതൊരു കടയിലും 25 രൂപയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഇങ്ങനത്തെ ജൂട്ട് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു കയറെടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഇത്തിരി ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു നൂലിൻ്റെ മുകളിലായിട്ട് അടുത്ത നൂല് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൽ മൊത്തം ഒന്ന് ചുറ്റിയെടുക്കുന്നില്ല, ഗ്ലൂ തേച്ചിട്ടുണ്ടായിരുന്നില്ലേ അത്രയും ഭാഗം ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ആ ഒരു നൂല് ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബ്ലൂ കളറിലുള്ള പെയിൻ്റാണ് എടുത്തിട്ടുള്ള. വൈറ്റോ ബ്ലൂവോ എന്ത് വേണോ എടുക്കാം. നിങ്ങൾ എടുത്തിട്ടുള്ള ബോട്ടിൽ വൈറ്റ് കളർ, അതായത് ട്രാൻസ്പെറൻറ്റ് കളറിലുള്ള ബോട്ടിലാണെങ്കിൽ വൈറ്റ് കളർ അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ കളർ പെയിൻറ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു മുകൾ ഭാഗം അത്ര അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ പോർഷനിൽ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം അടിച്ചു കൊടുക്കുക, നിർബന്ധമില്ല. ഞാൻ എന്നാലും ജസ്റ്റ് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് നമ്മുടെ ഒരു കത്രിക ചൂടാക്കിയിട്ട് അതിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സംഭവം സെറ്റായി കിട്ടിയിട്ടില്ല. എന്നിട്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു തെർമോകോൾ കട്ടർ വെച്ചിട്ട് ചെറിയൊരു ഹോള് നമ്മുടെ ബോട്ടിലെ താഴ്ഭാഗത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നൂലെടുക്കുന്നുണ്ട്. നൂലെടുത്തതിന് ശേഷം ആ ഒരു ഹോൾ ഇട്ട് കൊടുത്തതിൻ്റെ ഭാഗത്ത് ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളാണ്, അവൾ നൂല് കണ്ടപ്പോഴത്തേന് വലിച്ചെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിയെടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അവൾ വലിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് ഞാൻ വലിക്കുന്നു. എന്നെക്കൊണ്ട് അവളെ മാനേജ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് എല്ലാം ചെയ്തെടുക്കുന്നത്. ഇത്രയും നേരം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വെറുതെ ഇരുന്നു. ഇതാ ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോഴത്തേനും അവളുടെ ആ ഒരു കുറുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നൂല് രണ്ട് ഭാഗത്തും കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ഇത് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന അടുത്തൊരു പ്ലാന്റ് പോട്ടാണ്. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി പ്ലാന്റർ കൂടെയാണ്. അപ്പോൾ ഈ ഒരു അടപ്പിൻ്റെ പോർഷനിൽ ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പുറത്തല്ലാതെ മണ്ണൊക്കെ നിറച്ച് കൊടുത്ത് പ്ലാന്റ് അതായത് ഹാങ് ചെയ്തിടാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മണി പ്ലാന്റ് പോലുള്ള പ്ലാന്റുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും രണ്ട് യൂസ് ഉണ്ട് ഇത് വെച്ചിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ.